ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വീട്ടിൽ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. ഇങ്ങനെ പാക്കറ്റ് ആയിട്ട് കേട്ടോ. റെഡി ടു ഫ്രൈ ആണ് സംഭവം. ചിക്കൻ നഗറ്റ്സും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും ആണ് കേട്ടോ. കലാപരിപാടിക്ക് മുൻപായിട്ട് കുറച്ച് വത്തക്ക അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. പറഞ്ഞു വന്ന കാര്യം വേറൊന്നും അല്ല കേട്ടോ. ഇതുപോലെ പാക്കറ്റിൽ സെറ്റായി വരുന്ന സംഭവങ്ങളൊന്നും നമ്മൾ ഇതുവരെ വീട്ടിൽ വാങ്ങിയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ തിരിച്ചു വന്നു ഗൈസ്. അതായത് പച്ചമീൻ കിട്ടി. ഇന്ന് നമ്മുടെ അപ്പണിക്ക് വല്ലാത്തൊരു പൂതി കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് വേണം, അതുപോലെ തന്നെ ചിക്കൻ നഗറ്റ്സ് വേണം എന്നൊക്കെ അവൻ്റെ അച്ഛനെ സോപ്പിട്ടിട്ട് അവൻ കാര്യങ്ങളൊക്കെ സാധിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ പാക്കറ്റിൽ വരുന്നതുകൊണ്ട് നമുക്കധികം പരിപാടിയില്ല. ഓയിൽ ചൂടാകുമ്പോൾ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ ആദ്യമായിട്ട് ചിക്കൻ നഗറ്റ്സ് കഴിച്ച വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് രണ്ടാമത്തെ തവണയാണ് ഇനി കഴിക്കാൻ പോകുന്നത്. അങ്ങനത്തെ എല്ലാം അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തു. ആ പുണ്യാണെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, അമ്മ എന്തിനാ ഇത്ര ഫ്രൈ ചെയ്തത്, ഒരു യെല്ലോ കളർ ആകുമ്പോൾ അങ്ങോട്ട് എടുക്കണ്ടേന്നൊക്കെ. നല്ലോണം ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉള്ളൊന്നും വേവൂലേ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഈ ഒരു അൽക്കുലത്ത് പണിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ചക്കയുടെ ചുറ്റും ഈച്ച കൂടുന്ന പോലെയായിരുന്നു സോസിന് ചുറ്റും അച്ഛനും മക്കളും കേട്ടോ. അമ്മ ഒരു മൂലക്കിരുന്ന് കഴിക്കുന്നുണ്ട്, പിന്നെ അനിയൻ ഗെയിം കളിച്ചോട് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും കഴിച്ചിട്ടോ. സംഭവം കൊള്ളായിരുന്നേ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതോടെ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനത്തെ പാക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി അങ്ങോട്ട് കുറഞ്ഞു കിട്ടും. എന്തായാലും പല്ലുകളുടെ കുറവുണ്ടെങ്കിലും അതിന്റെ ഒരു അഹങ്കാരം ഇല്ലാണ്ട് മക്കൾ നന്നായിട്ട് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. ടാറ്റാ.